ഓരോ 5 മിനിറ്റിലും ഇന്ത്യയിൽ ഒരാൾക്ക് ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ബ്ലഡ് ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഒരു വർഷത്തിൽ 1,10,000 ആളുകൾ. ഇതിൽ 30,000-ലധികം കുട്ടികളാണ്. 70,000-ലധികം ആളുകൾ ഇന്ത്യയിൽ ഓരോ വർഷവും ബ്ലഡ് ക്യാൻസർ കാരണം മരണപ്പെടുന്നുണ്ട്. ബ്ലഡ് ക്യാൻസറിന്റെ കാര്യത്തിൽ അമേരിക്കയുടെയും ചൈനയുടെയും തൊട്ടുപുറകിലായി ഇന്ത്യ ലോകത്ത് 3-ാം സ്ഥാനത്താണ്. ലുക്കീമിയയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ബ്ലഡ് ക്യാൻസർ. ഇത്രയും പറയാനുള്ള കാരണം ഇന്ത്യയിൽ ഈ ബ്ലഡ് ക്യാൻസർ ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് കാരണം കുറെ ആളുകളും അവരുടെ കുടുംബങ്ങളും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവരിൽ ബ്ലഡ് ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിലോ ചുറ്റുവട്ടത്തോ ഒക്കെ ബ്ലഡ് ക്യാൻസർ ഉള്ളവരെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മറ്റ് പല രോഗങ്ങളുടെ കേസിലും രോഗികളെയും അവരുടെ കുടുംബത്തെയും മാനസികമായും ചിലപ്പോഴൊക്കെ സാമ്പത്തികമായും സപ്പോർട്ട് ചെയ്യുക എന്നതിലുപരി കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ബ്ലഡ് ക്യാൻസറിന്റെയും തലസീമിയ പോലുള്ള ബ്ലഡ് ഡിസോർഡേഴ്സിന്റെയും കാര്യത്തിൽ നമുക്ക് അതിൽ കൂടുതൽ ചെയ്യാൻ കഴിയും. അതിനുള്ള അവസരമുണ്ട്. എനിക്കും ഇത് പുതിയൊരു അറിവായിരുന്നു. എന്നാൽ നമ്മൾ എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം നമുക്ക് ഇതിലൂടെ മറ്റൊരു മനുഷ്യജീവനെ രക്ഷിക്കാൻ സാധിക്കും. മാത്രമല്ല അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്യുക എന്നതാണത്. സ്റ്റെം സെൽസ് എന്ന് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായ ഒരു കാര്യമാണ് സ്റ്റെം സെൽസ് ഡൊണേഷൻ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു പ്രോസസ്സിലൂടെ ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യന്റിന്റെ ജീവൻ രക്ഷിച്ച കേരളത്തിൽ നിന്നുള്ള ഒരാളുടെ കഥ കേൾക്കാം. 2013 അദാനോ കിഷോർ എന്ന് പേരുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു യുവാവ് തനിക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. ധാക്കയിലെ ഡോക്ടേഴ്സിന് കീമോതെറാപ്പിയിലൂടെ കിഷോറിന്റെ ക്യാൻസർ ചികിത്സിച്ച് മാറ്റാൻ കഴിഞ്ഞെങ്കിലും കുറച്ചു വർഷം കഴിഞ്ഞ് 2017 അത് വീണ്ടും തിരിച്ചു വന്നു. തുടർന്നുള്ള ചികിത്സയ്ക്ക് വേണ്ടി കിഷോറും കുടുംബവും കൊൽക്കത്തയിലെത്തി. അവിടെയുള്ള ഡോക്ടേഴ്സ് ആണ് ബ്ലഡ് ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റ് ആയ സ്റ്റെം സെൽസ് ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് കിഷോറിനോട് പറയുന്നത്. എന്നാൽ എക്സാക്ട് മാച്ചുള്ള ഒരു ഡോണറെ കിട്ടുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷേ കിഷോറിന്റെ കാര്യത്തിൽ അത് നടന്നു. ഇനി മറ്റൊരു കിഷോറിലേക്ക് വരാം. കൊച്ചിയിൽ ജീവിക്കുന്ന ഇദ്ദേഹം ഏതാണ്ട് 2016 സ്റ്റെം സെൽസ് ഡോണർ ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള കിഷോറിന്റെ ഡോണർ ആകാൻ എക്സാക്ട് മാച്ച് ആണെന്ന് അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടുന്നു. ഒരു ജീവൻ രക്ഷിക്കാൻ അവസരം കിട്ടിയ സന്തോഷമായി അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹം തന്റെ സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്യുകയും അങ്ങനെ കേരളത്തിൽ നിന്നുള്ള ഒരു കിഷോർ ബംഗ്ലാദേശിലുള്ള മറ്റൊരു കിഷോറിന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. പല കാരണങ്ങൾ പറഞ്ഞ് ചേരുതിരിഞ്ഞ് നമ്മൾ മനുഷ്യർ പരസ്പരം ആക്രമിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുമ്പോൾ എവിടെയോ ഉള്ള ഒരാൾ മറ്റെവിടെയോ ഉള്ള വേറൊരാളുടെ ജീവൻ മോഡേൺ മെഡിസിന്റെ സഹായത്തോടെ രക്ഷിക്കുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. വി ഡിലീറ്റ് ബ്ലഡ് ക്യാൻസർ എന്ന മോട്ടോയുള്ള DKMS എന്നൊരു ഇന്റർനാഷണൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ഈ സ്റ്റെം സെൽ ഡോണേഴ്സിന്റെ ഡാറ്റാബേസ് ഉണ്ടാക്കി ബ്ലഡ് ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുന്നത്. അവരുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കിഷോറിന്റേതുപോലെ ഈ സ്റ്റെം സെൽ ഡൊണേഷൻ കാരണം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് പേരെ കാണാൻ കഴിയും. 1991 ജർമ്മനിയിൽ DKMS സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ന് അവരിലൂടെ 12 കോടിയിലധികം പേർ സ്റ്റെം സെൽ ഡോണേഴ്സായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള കിഷോറിനെ പോലെ ബ്ലഡ് ക്യാൻസർ പേഷ്യൻസിന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങളെ ഈ പേജിലേക്ക് കൊണ്ടുപോകും. കുറച്ച് സിമ്പിളായ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാകും. അതിനൊക്കെ ഉത്തരം കൊടുത്ത് ഇവിടെ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഫ്രീ ആയ ഒരു കിറ്റ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അവർ അയച്ചു തരും. നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം 7 മുതൽ 10 ദിവസങ്ങളിൽ ഈ കിറ്റ് നിങ്ങളുടെ അഡ്രസ്സിലെത്തും. ആ കിറ്റ് തുറന്ന് അതിലെ ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിച്ചു വായിക്കുക. എന്നിട്ട് ഇവിടെ കാണിക്കുന്നത് പോലെ നിങ്ങളുടെ ഉൾക്കവളിൽ നിന്ന് സ്രാവം കളക്ട് ചെയ്യുക. അവർ കിറ്റിനോടൊപ്പം അയച്ചു തന്ന റിട്ടേൺ എൻവലപ്പിലെ കോഡ് സ്കാൻ ചെയ്ത് റിവേഴ്സ് പിക്കപ്പിന് റിക്വസ്റ്റ് ചെയ്ത് അത് റിട്ടേൺ അയക്കുക. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾ ഒരു പൈസയും ചെലവാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയേ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇനി എന്താണ് നിങ്ങൾ അയക്കുന്ന ഈ സാമ്പിളിന് സംഭവിക്കുന്നത്? ആ സാമ്പിൾ HLA ടൈപ്പിംഗിന് വേണ്ടി DKMSന്റെ ലാബിലേക്ക് അയക്കും. അവിടെ ടെസ്റ്റുകൾ നടത്തി ഏകദേശം 40 ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു മെയിൽ കിട്ടും. നിങ്ങൾ ഡോണറായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ള കൺഫർമേഷൻ മെസ്സേജ്. അതിനുശേഷം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾ ഏതെങ്കിലും ബ്ലഡ് ക്യാൻസർ പേഷ്യന്റിന് പറ്റിയ ഒരു പൊട്ടൻഷ്യൽ ഡോണർ ആകുമ്പോഴായിരിക്കും. അത് ചിലപ്പോൾ പെട്ടെന്ന് സംഭവിക്കാം, ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം, ചിലപ്പോൾ ഒരിക്കലും സംഭവിക്കണമെന്നില്ല. ഇൻ കേസ് നിങ്ങൾ ഒരു പൊട്ടൻഷ്യൽ ഡോണറായി സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് താല്പര്യമില്ലെങ്കിൽ നോ പറയാവുന്നതാണ്. എന്നാൽ ഈ സ്റ്റെം സെൽ ഡൊണേഷൻ പ്രോസസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു പ്രോസസ് ആയിരിക്കും. ഏതാണ്ട് പ്ലാസ്മ ഡൊണേഷൻ പോലെ. ഡൊണേഷൻ 5 ദിവസം മുമ്പ് നിങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ തരും. അത് നിങ്ങളുടെ സ്റ്റെം സെൽസ് നിങ്ങളുടെ പെരിഫറൽ ബ്ലഡ് സിസ്റ്റത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡൊണേഷൻ സെന്ററിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരും. അവിടെ ഒരു 3 മുതൽ 4 മണിക്കൂറുള്ള ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയും.
ഈ പ്രോസസ്സിന് വേണ്ടി നിങ്ങൾ ഒരു പൈസയും ചെലവാക്കേണ്ടി വരില്ല. എല്ലാം DKMS വഹിക്കുന്നതായിരിക്കും. ഇന്ന് ജർമ്മനിയിൽ 7.5 കോടിയിലധികം ആളുകൾ DKMSലൂടെ ബ്ലഡ് സ്റ്റെം സെൽ ഡോണേഴ്സായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ജർമ്മനിയുടെ ജനസംഖ്യയുടെ ഏതാണ്ട് 10%. എന്നാൽ ഇന്ത്യയിൽ വെറും 0.09% ആളുകളെ പൊട്ടൻഷ്യൽ സ്റ്റെം സെൽ ഡോണേഴ്സായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. സത്യത്തിൽ ഇതൊരു ദുഃഖകരമായ കാര്യമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാവുന്നതേയുള്ളൂ. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഒരു മാച്ചിങ് ആയിട്ടുള്ള ഡോണറിന്റെ അടുത്ത് നിന്നുള്ള ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് മാത്രമാണ് ബ്ലഡ് ക്യാൻസർ പേഷ്യൻസിന് സർവൈവ് ചെയ്യാനുള്ള ഏക ചാൻസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഓരോ 5 മിനിറ്റിലും ഒരാൾക്ക് വെച്ച് ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ബ്ലഡ് ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പൊട്ടൻഷ്യൽ ബ്ലഡ് സ്റ്റെം സെൽ ഡോണറായി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആയിരക്കണക്കിനുള്ള ബ്ലഡ് ക്യാൻസർ പേഷ്യൻസിന് മാത്രമല്ല അവരുടെ കുടുംബങ്ങൾക്കും പ്രതീക്ഷ നൽകുകയാണ്. മാത്രമല്ല അതിനുവേണ്ടി നിങ്ങൾ മാറ്റിവെക്കേണ്ടത് നിങ്ങളുടെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായിരുന്നു. അത് പ്രമാണിച്ച് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു നല്ല കാര്യമാകട്ടെ സ്റ്റെം സെൽ ഡോണേഴ്സായി രജിസ്റ്റർ ചെയ്യുക എന്നത്. ഇത് ബ്ലഡ് ക്യാൻസർ പേഷ്യൻസിന് ഉപകാരപ്പെടുന്ന ഒരു സംഭവമായതുകൊണ്ട് പരമാവധി പേരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുക. ഒപ്പം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ഇന്ന് തന്നെ DKMSൽ രജിസ്റ്റർ ചെയ്യുക. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.